ആർത്തവസ്ഥരെ അവധി വേണോ? വിദ്യാർത്ഥിനികളുടെ ആർത്തവം ശരിക്കും ഒരു ബാധ്യതയാണ്. ആ ബാധ്യത കൊണ്ടാണ് പെൺകുട്ടികൾക്ക് മാസത്തിൽ 3 ദിവസത്തെ ആർത്തവ കാലാവധി അനുവദിക്കുന്നത്. അങ്ങനെയെങ്കിൽ പരീക്ഷാ സമയത്ത് ആർത്തവം ഉണ്ടാകുന്ന ഒരു പെൺകുട്ടിക്ക് ഈ ആനുകൂല്യം എടുത്ത് പരീക്ഷയിൽ ഇളവ് ലഭിക്കുമോ? ഗവൺമെന്റുകൾക്കോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ അതിന് കഴിയില്ല. കാരണം അത് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തന്നെ തകിടം മറിക്കും. പരീക്ഷ സമയത്താണ് കുട്ടികൾക്ക് അവരുടെ സ്ട്രെസ് ഏറ്റവും കുറഞ്ഞു കിട്ടേണ്ടത്. പഠിച്ചത് ഓർത്തെടുക്കാനും അത് കൃത്യമായി പരീക്ഷാ പേപ്പറിൽ പകർത്തി എഴുതാനും. അതാണ് ആ കുട്ടിയുടെ ഭാവി ഭാഗധേയം. പരീക്ഷാ സമയത്ത് ഒരു പെൺകുട്ടിക്ക് നമ്മുടെ സിസ്റ്റത്തിന് റിലീഫ് നൽകാനാവുന്നില്ലെങ്കിൽ 1 വർഷത്തെ അധ്യയന വർഷത്തിൽ നൽകുന്ന 30 ദിവസം കൊണ്ട് എന്തു കാര്യമാണുള്ളത്? അപ്പോൾ ഈ നൽകുന്ന ആർത്തവാനുകൂല്യം ഒരു തരത്തിൽ തുഗ്ലക്ക് പരിഷ്കാരം മാത്രമാണ്. അതല്ലാതെ അതിൽ ഒരർത്ഥവുമില്ല. ഞാനൊരു ഗവൺമെന്റിന്റെ നയപരമായ തീരുമാനത്തെ ചെറുതാക്കി കാണിക്കുകയല്ല, മറിച്ച് ഈ മെൻസ്ട്രൽ റിലീഫ് ലീവ് ഗവൺമെന്റ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് എന്തിനാണ്? വിദ്യാർത്ഥികൾ സ്ട്രെസ് ഇല്ലാതെ പഠിക്കാൻ. അങ്ങനെയെങ്കിൽ സ്ട്രെസ് ഇല്ലാതെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് സ്ട്രെസ് ഇല്ലാതെ പരീക്ഷ എഴുതാനും കഴിയണ്ടേ? അങ്ങനെ സ്ട്രെസ് ഇല്ലാതെ പരീക്ഷ എഴുതാനാവണമെങ്കിൽ ആർത്തവ സമയമില്ലാത്തപ്പോൾ അവർ പരീക്ഷ എഴുതണ്ടേ? മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം 2026 മെയ് 29 ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിച്ചു. ജനകീയമായ ഒട്ടനവധി വിഷയങ്ങളിൽ ഊന്നിയതായിരുന്നു വി ഡി സതീശന്റെ ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം. ഈ നയപ്രഖ്യാപനത്തിൽ ഒരു സുപ്രധാന പ്രഖ്യാപനമായിരുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 3 ദിവസം വരെ ആർത്തവാവധി അനുവദിക്കുമെന്നത്. സത്യത്തിൽ ഇത് ആവശ്യമുള്ള ഒന്നാണ്. മുൻപ് കേരളത്തിൽ സർവകലാശാല കോളേജ് വിദ്യാർത്ഥികൾക്കായിരുന്നു അറ്റൻഡൻസ് റിലാക്സേഷൻ രൂപത്തിൽ മെൻസ്ട്രൽ ലീവ് അനുവദിച്ചിരുന്നത്. ഇപ്പോൾ അത് ഈ സ്കൂൾ തലത്തിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ നോക്കുകയാണ് ഗവൺമെന്റ്. ഇതുവഴി ഒരു കുട്ടിക്ക് 10 മാസത്തിൽ 30 ദിവസത്തെ അധിക നഷ്ടമാണ് ഉണ്ടാകുന്നത്. നിലവിലുള്ള വർക്കിംഗ് ഡേയ്സിൽ നല്ലപോലെ കുട്ടികൾക്ക് പാഠഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അധ്യാപകർക്ക് കഴിയാറില്ല. മാത്രമല്ല ഓരോ കുട്ടിക്കും അവരുടെ അവധി ദിവസം നഷ്ടമാക്കുക വ്യത്യസ്ത വിഷയങ്ങളായിരിക്കും. അത് കവർ ചെയ്യുക വളരെയധികം പ്രയാസവുമായിരിക്കും. ഇത് പ്രൊജക്ട് മെൻസ്ട്രൽ ഡിഗ്നിറ്റി എന്ന പദ്ധതിയുടെ ഭാഗമായാണ് നിയമസഭയിലെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അവതരിപ്പിച്ചത്. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാസവിരാമകാലത്ത് അവധി അനുവദിക്കുമെന്നും പഠനത്തിൽ പിന്നോക്കം വരാതിരിക്കാൻ വാരാന്ത്യ കാച്ചപ്പ് ക്ലാസുകൾ നടത്തുമെന്നുമാണ് പറയുന്നത്. ഈ കാച്ചപ്പ് ക്ലാസുകൾ പെൺകുട്ടികൾക്ക് മാത്രമാണ് നടത്തുക, അതോ ഓരോ കുട്ടികൾക്കും അവരുടെ അവധിയിൽ നഷ്ടമാകുന്ന ക്ലാസുകൾ വ്യത്യസ്തമാകുമെന്നുള്ളതുകൊണ്ട് കാച്ചപ്പ് ക്ലാസുകൾക്ക് വേണ്ടത്ര ഫലമുണ്ടാകുമോ? അതല്ല ആൺകുട്ടികൾ കൂടി ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അത് ആൺകുട്ടികൾക്ക് കിട്ടുന്ന ഒഴിവ് സമയത്തെയും അവരുടെ ഇഷ്ടങ്ങളെയും സ്വാതന്ത്ര്യത്തെയും ബാധിക്കുകയും ചെയ്യും. മാത്രമല്ല ഇന്ന് 8 വയസ്സിലും 9 വയസ്സിലുമൊക്കെ കുട്ടികൾക്ക് വയസ്സറിയിക്കാറുണ്ട്. എല്ലാ കുട്ടികളിലും പീരിയഡ്സ് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാക്കാറുമില്ല. എന്നാൽ ഇങ്ങനെ ഒരു സൗകര്യം ഒത്തുകിട്ടിയാൽ കുട്ടികൾ അനാവശ്യമായി ക്ലാസ്സിൽ നിന്ന് അകന്നു നിൽക്കാൻ ഈ അവധിയെ ദുരുപയോഗം ചെയ്യും. മുമ്പൊക്കെ ഒരു പെൺകുട്ടി ഋതുമതിയായാൽ ആരും അറിയില്ല. അത് പരമാവധി മറച്ചു വെക്കാനാണ് പെൺകുട്ടികൾ ഇഷ്ടപ്പെടുക. എന്നാൽ ഇന്ന് ഇതൊരു ആഘോഷമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പീരിയഡ്സ് ഒരു ജൈവിക പ്രക്രിയയാണ്. അത് വന്നും പോയി കൊണ്ടിരിക്കും. ഇപ്പോൾ ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികൾ ഈ പീരിയഡ്സിന്റെ പേരിൽ തുടർച്ചയായ അവധികൾ എടുത്താൽ മിക്സഡ് ക്ലാസ്സുകളാണെങ്കിൽ ആൺകുട്ടികൾ ആ കുട്ടിയുടെ ലീവിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും കളിയാക്കുകയും ചെയ്യും. പല കുട്ടികൾക്കും അത് വലിയ മാനസിക സംഘർഷമുണ്ടാക്കുകയും ചെയ്തേക്കാം. എല്ലാറ്റിനും ഉപരി ഇതുവരെ അഥവാ കഴിഞ്ഞുപോയ തലമുറകളൊന്നും ഇന്നത്തെ ഒരു സൗകര്യങ്ങളില്ലാതിരുന്നിട്ട് പോലും യാതൊരു ഭയവിഹ്വലതകളുമില്ലാതെ ഈ അവസ്ഥകളെ നേരിട്ടവരാണ്. ഇന്ന് എല്ലാ സംവിധാനങ്ങളുമുള്ള ഈ ലോകത്തെ ഈ കാലത്തെ പെൺകുട്ടികൾ പീരിയഡ്സിന്റെ പേരിൽ എന്തിനാണ് ഭയപ്പെടുന്നത്? എന്തിനാണ് ലീവ് എടുക്കുന്നത്? അനാവശ്യമായ ഒരു കീഴ്വഴക്കം സൃഷ്ടിച്ച് വിദ്യാർത്ഥികളെ കൂടുതൽ അലസലാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്.